യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന ചർച്ചകൾക്കുള്ള ആഹ്വാനങ്ങളെ റഷ്യ ഇനി മുതൽ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണില്ലെന്ന കടുത്ത പ്രഖ്യാപനവുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലുണ്ടായ നയതന്ത്ര കരാറുകളും സുരക്ഷാ ഉറപ്പുകളും പാലിക്കുന്നതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് ലാവ്റോവ് കുറ്റപ്പെടുത്തി. പാശ്ചാത്യ രാജ്യങ്ങളുടെ വാഗ്ദാന ലംഘനങ്ങൾ കാരണം റഷ്യയുടെ ക്ഷമയും നയതന്ത്രപരവുമായ പ്രതീക്ഷകളും പൂർണ്ണമായി അവസാനിച്ചതായാണ് മോസ്കോയുടെ ഈ കടുത്ത നിലപാട് വ്യക്തമാക്കുന്നത്. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് പാശ്ചാത്യ ശക്തികൾക്കെതിരെ ലാവ്റോവ് കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചത്. സമാധാന ചർച്ചകൾക്കുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ വാക്കുകളിൽ റഷ്യക്ക് ഇനിയൊട്ടും വിശ്വാസമില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. മുൻപ് പലതവണ ചർച്ചകൾക്ക് തയ്യാറായപ്പോഴും റഷ്യയെ വഞ്ചിക്കുന്ന സമീപനമാണ് അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ഭാഗത്തു നിന്നുണ്ടായതെന്നും അതുകൊണ്ട് തന്നെ ഇനി അവരുടെ വാക്കുകൾ വിശ്വസിച്ച് നയതന്ത്ര മേശയിലേക്ക് റഷ്യ എത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി പാശ്ചാത്യ രാജ്യങ്ങളുമായി നടത്തിയ പരാജയപ്പെട്ട നയതന്ത്ര നീക്കങ്ങളുടെ ചരിത്രം നിരത്തിയാണ് ലാവ്റോവ് റഷ്യയുടെ നിലപാടിനെ ന്യായീകരിച്ചത്. 2014, 2015, 2019, 2022 എന്നീ വർഷങ്ങളിൽ യുക്രൈൻ വിഷയം പരിഹരിക്കാൻ നടത്തിയ എല്ലാ അന്താരാഷ്ട്ര ശ്രമങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിഷേധാത്മക നിലപാട് കാരണം പാളിപ്പോവുകയായിരുന്നു. 2014 യുക്രൈനിൽ ഭരണമാറ്റമുണ്ടായതിനു പിന്നാലെയും പിന്നീട് 2015 ഒപ്പുവെച്ച മിൻസ്ക് കരാറിന്റെ കാര്യത്തിലും പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് മോസ്കോയുടെ പ്രധാന ആരോപണം. കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ വംശജരുടെ സുരക്ഷ ഉറപ്പാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു മിൻസ്ക് ഉടമ്പടികൾ. എന്നാൽ ഈ കരാറുകൾ നടപ്പിലാക്കാൻ യൂറോപ്യൻ ശക്തികളോ യുക്രൈൻ ഭരണകൂടമോ ആത്മാർത്ഥമായി ശ്രമിച്ചില്ലെന്നും പകരം റഷ്യക്കെതിരെ സൈനികമായി ഒരുങ്ങാൻ അവർ സമയം കണ്ടെത്തുക മാത്രമാണ് ചെയ്തതെന്നും ലാവ്റോവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2019 സമാനമായ രീതിയിൽ ചർച്ചകൾ നടന്നെങ്കിലും യുക്രൈനെ നാറ്റോ സഖ്യത്തിലേക്ക് അടുപ്പിക്കാനുള്ള രഹസ്യ നീക്കങ്ങളാണ് പിന്നാമ്പുറത്ത് നടന്നത്. റഷ്യയുടെ അതിർത്തികളിലേക്ക് നാറ്റോ സൈന്യത്തെയും അത്യാധുനിക ആയുധങ്ങളെയും വിന്യസിക്കില്ലെന്ന പഴയ സുരക്ഷാ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു. 2022 യുക്രൈനിൽ റഷ്യൻ സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷവും ബെലാറൂസിലും തുർക്കിയിലും വെച്ച് സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. എന്നാൽ ഈ ചർച്ചകളിൽ ഒരു ധാരണയിലെത്തിയതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇടപാടുകളെ തുടർന്ന് ഉക്രൈൻ ചർച്ചകളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നുവെന്ന് ലാവ്റോവ് ഓർമ്മിപ്പിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ വഞ്ചനാപരമായ സമീപനം കാരണം റഷ്യയുടെ പക്കലുണ്ടായിരുന്ന സൗമനസ്യത്തിന്റെ കരുതൽ ശേഖരം ഇപ്പോൾ പൂർണ്ണമായി തീർന്നിരിക്കുകയാണ്. ഇനി മുതൽ വെറും വാക്കുകളിലോ താൽക്കാലിക ഉറപ്പുകളിലോ വിശ്വസിച്ച് റഷ്യ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകില്ല. തങ്ങളുടെ സുരക്ഷാ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെടാതെയും ഉക്രൈൻ മണ്ണിലെ പാശ്ചാത്യ സൈനിക സാന്നിധ്യം പൂർണ്ണമായി അവസാനിക്കാതെയും ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന സന്ദേശമാണ് ലാവ്റോവ് നൽകുന്നത്. ലാവ്റോവിന്റെ ഈ പ്രസ്താവന നാറ്റോ സഖ്യത്തിനും യൂറോപ്യൻ യൂണിയനും വലിയൊരു തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ റഷ്യയെ ചർച്ചകളുടെ മേശയിലേക്ക് കൊണ്ടുവന്ന് യുദ്ധം അവസാനിപ്പിക്കാമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ തന്ത്രങ്ങൾക്കാണ് ഇതിലൂടെ മങ്ങലേറ്റത്. യൂറോപ്പിലെ വൻ ശക്തികളായ ജർമ്മനിയും ഫ്രാൻസും മുൻപ് മിൻസ്ക് ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ചിരുന്നവരാണ്. എന്നാൽ ഈ രാജ്യങ്ങൾ പോലും തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന റഷ്യയുടെ പരസ്യമായ പ്രഖ്യാപനം യൂറോപ്യൻ നയതന്ത്ര രംഗത്ത് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യ ഈ വിഷയത്തിൽ തങ്ങളുടെ വിദേശ നയം പൂർണ്ണമായി പുനഃക്രമീകരിക്കുകയാണെന്ന സൂചനകളും ഇതിലൂടെ പുറത്തു വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി കൂടുതൽ ശക്തമായ സഖ്യങ്ങൾ രൂപീകരിക്കാനാണ് മോസ്കോ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അമേരിക്കൻ ഭരണകൂടം തങ്ങളെ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും സൈനിക സമ്മർദ്ദത്തിലൂടെയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് പുടിൻ ഭരണകൂടം. ചർച്ചകൾ എന്ന പേരിൽ പാശ്ചാത്യർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം റഷ്യയെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. യുക്രൈൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഈ കടുത്ത നിലപാട് വലിയൊരു വെല്ലുവിളിയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ സഹായത്തോടെ റഷ്യയെ പരാജയപ്പെടുത്താമെന്ന യുക്രൈന്റെ പ്രതീക്ഷകൾക്ക് മേൽ റഷ്യൻ സൈന്യം കനത്ത ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭയും ഇരുവിഭാഗത്തോടും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായി എന്ത് ചർച്ച എന്ന റഷ്യയുടെ ചോദ്യത്തിന് മുന്നിൽ നയതന്ത്രജ്ഞർക്ക് മറുപടി ഇല്ലാതാക്കുന്നു. വരും ദിവസങ്ങളിൽ ലാവ്റോവിന്റെ ഈ വാക്കുകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്.
പാശ്ചാത്യ ലോകം റഷ്യക്കെതിരെ കൂടുതൽ കടുത്ത ഉപരോധങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിലും അതിനെയെല്ലാം പ്രതിരോധിക്കാൻ തങ്ങൾ സജ്ജമാണെന്ന ഭാവമാണ് റഷ്യ പ്രകടിപ്പിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ വഞ്ചനയുടെ ചരിത്രം ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടിക്കൊണ്ട് തങ്ങളുടെ സൈനിക നടപടികൾ കൂടുതൽ ജനപിന്തുണ തേടാനും ക്രെംലിന് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സന്മനസ്സിന്റെ അവസാന കണികയും തീർന്നുവെന്ന ലാവ്റോവിന്റെ വാക്കുകൾ വരാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ സൈനിക മാറ്റത്തിന്റെ മുന്നോടിയായാണ് ലോകം വീക്ഷിക്കുന്നത്.